നമസ്കാരം, ഫഹദ് സാറാണ്. ഇനിയൊരു 3 മാസം കൂടെ കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെയും +2ലെയും മക്കൾക്ക് എക്സാമിനേഷനാണ്, പബ്ലിക് എക്സാമിനേഷനാണ്. സോ പല കുട്ടികളും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ വാട്സാപ്പിലുമായിട്ട് സാർ പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യേണ്ടത്, ഒന്നും ഓർത്തിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. കണ്ടിന്യൂസ് റിവിഷനാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ കാണാണ്ട് പഠിക്കാതെ നിങ്ങൾ എന്താ പറയുക, മനസ്സിലാക്കി പഠിക്കുക. ഒരു കാര്യം ഇപ്പോൾ എന്താ പറയുക, ഒരു കാര്യമായിരുന്നാൽ പോലും നിങ്ങൾ കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അറിഞ്ഞ് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ആ ഒരു കണ്ടൻറ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്ത് വേണ്ടി പറ്റും, പരീക്ഷയ്ക്ക് അത് ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കാരണവശാലും നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഒരു കണ്ടൻറ്റ് പോലും കാണാതെ പഠിക്കരുത്. കെമിസ്ട്രി ആയിരുന്നാൽ എന്ത് ചെയ്യുക, കെമിസ്ട്രി ആയിരുന്നാൽ ആ ഒരു റിയാക്ഷൻസ്, പിന്നെ എന്താ പറയുക, തിയറംസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഫിസിക്സ് ആയിരുന്നാലും അത് തന്നെയാണ്, ഡെറിവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. എത്ര തവണ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഫ്ലുവൻസി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ടും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മെനക്കെട്ടായിരുന്നാലും മനസ്സിലാക്കി പഠിക്കുക. 3 മാസമുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക. അതിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.